ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശിവാനീസ് വ്ലോഗ്സ്. ഞാൻ കീർത്തി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്ന് പറയാനായിട്ട് കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്നെ മറന്നോ ആർക്കറിയാം. എന്നാലും മറന്നു പോയിട്ടില്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞ് ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് ആദ്യം ഇതിപ്പോൾ മൊത്തം ഒരു സൈഡ് മൊത്തം അഴിച്ചിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് ഫ്രോക്കിന് വള്ളി വെക്കാൻ വേണ്ടിയിട്ട്. വള്ളിയൊക്കെ അവിടെ അടിച്ച് സെറ്റപ്പാക്കിയിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും. വള്ളി അവിടെ ഇരിക്കും. എല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഫ്രോക്കിന് വള്ളി വെച്ചിട്ടുണ്ടാവില്ല. മൂത്ത കുട്ടിക്ക് വെക്കേണ്ടി വന്നില്ല. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ വള്ളി വെച്ചില്ല. വള്ളി വെച്ചിട്ടൊരു ബോറായിട്ട് തോന്നി. ഇച്ചിരി ലെങ്ത്തുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് ഈദ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതിൽ വള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കുട്ടിക്ക് വള്ളി വെച്ച് ഒരു സൈഡിൽ വലിയ കാര്യമൊക്കെ ആയിട്ട് വെച്ചു. രണ്ടാമത്തേന് അപ്പുറത്ത് വെച്ചില്ല. പിന്നെ അത് അഴിച്ചിട്ട് രണ്ടാമത് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇന്ന് ഒരു ബിസി ഡേ ആണ്. കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. എന്നും തന്നെ തിരക്കുണ്ടാവും. അപ്പുറം നമ്മുടെ സ്റ്റാഫ് അവർക്ക് നോമ്പും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ നേരത്തെ വരും. കുറച്ച് നേരത്തെ വന്നിരുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരത്തെ പോകും കേട്ടോ. അപ്പോൾ നോമ്പ് മുറിക്കാറൊക്കെ ആകുമ്പോഴത്തേനും നേരത്തെ പോയി വീട്ടിലെ പരിപാടികളൊക്കെ തീർത്തിട്ട് ചെയ്യാമല്ലോ. ഇനിയിപ്പം നമ്മുടെ ഷോപ്പിലിരുന്നിട്ട് തീർക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ ചെയ്തുകൊണ്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ രണ്ടെണ്ണം ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ഒരു കുർത്തിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. മെറ്റീരിയൽ ഒരു ഖത്തറിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. 2 ബ്ലൗസിന് ഡെയിലി വെയർ ആയിട്ടുള്ള 2 ബ്ലൗസിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ നാട്ടിൽ വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ ഞാനിന്ന് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രീമിയം ബ്രാൻഡൊക്കെ തൊടുപുഴയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന നല്ല വിശ്വസിച്ച് മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്നൊരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ തെരേസ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ഡൈയിങ് ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പം റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് തുടങ്ങിയത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഹാൻഡ് ബ്ലോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് വരും. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുത്താലും അതേ റേറ്റൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാലും ചന്തേരി അതുപോലുള്ള മെറ്റീരിയലുകളിലെ ക്രേപ്പ് അതുപോലെ ഒട്ടനവധി മെറ്റീരിയലുകളുണ്ടല്ലോ. അപ്പം ഇതിപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ ചെറിയൊരു പീസ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പീസ് ഞാൻ ഒരു കണക്കിനാണ് കേട്ടോ കളറ് തപ്പിയെടുത്തത്. കാര്യം നമ്മുടെ ഒരു ഓർഡർ ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ ഒരു കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ നമ്മൾ ഈ കളറിലോട്ട് ഡൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏത് കളർ കിട്ടും എന്നുള്ളത് നമ്മൾ കളർ ചാർട്ടിൽ നോക്കിയിട്ട് മാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു പീസ് അത് കട്ട് ചെയ്ത് വെച്ചിട്ട് മാച്ച് ചെയ്തെടുത്ത് സംഭവം എല്ലാം എടുത്തിട്ട് പോന്നു. അപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുക്കാനായിട്ട് പോയത്. കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ മെറ്റീരിയലൊക്കെ എടുക്കാനായിട്ട് പോയി. ഈ സംഭവം ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരും എന്നോട് വർത്താനം പറഞ്ഞിട്ടല്ല. നമ്മുടെ അഭിഷാദ് സാറിൻ്റെ ഓരോ ഡയലോഗ്സ് കേട്ടിട്ടാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും. മോട്ടിവേഷണൽ വീഡിയോസ്, അതുപോലെ യാത്രാ വിവരണങ്ങൾ, നമ്മുടെ സഫാരി ചാനൽ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലും ഇതിനകത്ത് കാണുന്നത്, യൂട്യൂബിൽ കാണുന്നത്. ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് വർക്കിംഗ് കമ്പാനിയൻ എന്ന് പറയുന്നത്. രാത്രി വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് എനിക്കല്ലെങ്കിൽ എൻ്റെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. നമ്മൾ രാത്രി ഇരുന്ന് ചെയ്യുമ്പോൾ എന്താ പറയണേ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. പേടിച്ചിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു കൂട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കേട്ട് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കണത് നമ്മൾ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് അയൺ ചെയ്യുകയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിനൊരു കഥയുണ്ട്. കഥ എന്ന് പറയാനൊന്നുമില്ല. ഈ കുട്ടിയുടെ അച്ചമ്മയുടെ സാരി നമ്മൾ ഉടുക്കാതെ വെച്ചിരിക്കുന്ന ഒരുപാട് സാരികളുണ്ടാവുമല്ലോ അലമാരിൽ അല്ലേ. ആ സാരി റീമേക്ക് ചെയ്താണ് കേട്ടോ. ഈ സാരി കൊണ്ട് നമ്മൾ 2 ഔട്ട്ഫിറ്റാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഒരു 8 വയസ്സുകാരിക്കുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പും ആ കുഞ്ഞുമോൾക്കുള്ളതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുന്താണി വെച്ചിട്ട് നമ്മൾ പീറ്റർ പാൻ കോളറും പഫ് സ്ലീവും ചെയ്തിട്ടുണ്ട്. ഇത് മൂത്ത കുട്ടികളാണ് കേട്ടോ. ഒരു എയർലൈൻ ടോപ്പ് ഭയങ്കര സിമ്പിളാണ്. ആൾക്ക് പട്ടുപാവാടയും ബ്ലൗസൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ മൂത്ത കുഞ്ഞിന്. അപ്പം അവരെന്നാ പറഞ്ഞു എന്നാൽ എയർലൈൻ ടോപ്പായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എയർലൈൻ ടോപ്പിൻ്റെ അടിയിലോട്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും ആകെ ഒരു പ്ലെയിൻ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു,
ഇഷ്ടംപോലെ തുണി മിച്ചം ഉണ്ടാവുമല്ലോ, ഫ്രോക്ക് തയ്ച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പം ഈ കളറിനോട് ചേരുന്നൊരു നെറ്റ് മെറ്റീരിയൽ കിട്ടി. ഒരു സിൽക്കി ഫിനിഷ് വരുന്നൊരു നെറ്റാണ് കേട്ടോ. ആ നെറ്റ് വെച്ചിട്ട് നല്ലപോലെ പ്ലീറ്റ് അതിൻ്റെ താഴെ ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. കസ്റ്റമർക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നെറ്റിനൊന്നും ഞാൻ സ്പെഷ്യലി നമ്മളെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്ന മെറ്റീരിയലല്ലേ, അത് വെച്ചിട്ട് നമ്മളെങ്ങനെ പൈസ മേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പൈസ മേടിക്കാറില്ല കേട്ടോ. അത് അവർക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. അപ്പോൾ ബൈ.